എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ക്രൂശിലെ ബലിക്കും ഉത്ഥാനത്തിനും ശേഷം പിതാവിന്റെ മഹത്വത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് തൊട്ടുമുൻപ് നിങ്ങൾക്കായി നൽകിയ ആ വലിയ വാഗ്ദാനത്തെക്കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആശ്വാസകൻ എന്ന വാക്കിന്റെ ആഴമേറിയ അർത്ഥം കേവലം സമാധാനിപ്പിക്കുന്നവൻ എന്നല്ല, മറിച്ച് നിങ്ങൾക്കായി വാദിക്കുന്നവൻ എന്നും നിങ്ങളുടെ ചാരെ നടന്ന് നിങ്ങളെ സഹായിക്കുന്നവൻ എന്നുമാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് ഉറപ്പു നൽകിയതുപോലെ എന്റെ സാന്നിധ്യം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാൻ ഞാൻ പരിശുദ്ധാത്മാവിനെ അയച്ചു. ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾ അജ്ഞരായിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഭാവിഭാഗങ്ങളുടെ അതിർവരമ്പുകൾ ഭേദിച്ച് വലിയ ആത്മീയ ഉണർവുകളുണ്ടാകുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെയും അവിടുത്തെ വ്യക്തിത്വത്തെയും മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ദൈവരാജ്യത്തെയോ യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തെയോ പൂർണ്ണമായി തിരിച്ചറിയാൻ കഴിയില്ല. ലഹരി വസ്തുക്കളിലൂടെയും കൃത്രിമമായ മാർഗങ്ങളിലൂടെയും ദൈവത്തിലേക്ക് എത്താമെന്ന് വിചാരിക്കുന്നവർ വലിയ തെറ്റിലാണ്. കാരണം ദൈവത്തിലേക്ക് എത്താനുള്ള ഏക വഴി പരിശുദ്ധാത്മാവ് മാത്രമാണ്. അവിടുന്ന് വെറുമൊരു ശക്തിയോ സ്വാധീനമോ അല്ല, മറിച്ച് അവിടുന്ന് ദൈവമാണ്. പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ഒരു വസ്തുവായി നിങ്ങൾ കാണരുത്. അവിടുന്ന് ഒരു വ്യക്തിയാണ്. അവിടുന്ന് തന്നിൽ തന്നെ പരിശുദ്ധനും സർവശക്തനുമാണ്. ഈ ദൈവീക രഹസ്യമായ ത്രിത്വത്തെക്കുറിച്ച് മനുഷ്യബുദ്ധിക്ക് പൂർണ്ണമായി വിവരിക്കാൻ കഴിയില്ല. അത് വൈദ്യുതിയെക്കുറിച്ച് വിശദീകരിക്കാൻ കഴിയാതെ പോയ ആ ചെറിയ കുപ്പിയെപ്പോലെയാണ്. വൈദ്യുതി എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും അതിന്റെ പ്രകാശവും ശക്തിയും നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചുകിടക്കുന്നു. പ്രവാചകന്മാർ പറഞ്ഞതുപോലെ കർത്താവിന്റെ ആത്മാവിനാൽ ലഭിക്കുന്ന ശക്തിയാൽ മനുഷ്യർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അവിടുന്ന് സർവ്വവ്യാപിയാണ്. നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് വിദൂര കോണിലേക്ക് പോയാലും അവിടുത്തെ സാന്നിധ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. നിങ്ങൾ പാപം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ആ വലിയ കുറ്റബോധം പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. ആ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ എത്ര ദൂരേക്ക് യാത്ര ചെയ്താലും ആത്മാവ് നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു, കാരണം ഞാനാണ് സത്യം. ലഹരി ഉപയോഗിച്ച് ആത്മീയത കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഒരു കാഴ്ചപ്പെട്ടി പ്രവർത്തിപ്പിക്കാൻ അതിൽ ആഞ്ഞു ചവിട്ടുന്നതുപോലെയാണ്. അത് താൽക്കാലികമായി എന്തെങ്കിലും നൽകിയേക്കാം, എന്നാൽ പരിശുദ്ധാത്മാവ് നൽകുന്ന അനുഭവം ശാശ്വതമാണ്. നിങ്ങൾ സങ്കടത്തിന്റെ ഏറ്റവും വലിയ താഴ്ചകളിൽ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകാൻ അവിടുത്തേക്ക് കഴിയും. എന്റെ മക്കളെ, നിങ്ങൾ ആത്മീയമായി മരിച്ചവരാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങളുടെ ശരീരം ജീവനുള്ളതായി കാണപ്പെടുന്നുണ്ടെങ്കിലും ദൈവത്തോട് വേർപെട്ടിരിക്കുന്നതിനാൽ നിങ്ങളുടെ ആത്മാവ് മൃതമാണ്. ഒരു മരിച്ച വ്യക്തിക്ക് പുതുജീവൻ നൽകുക എന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ ദൗത്യം. അതുകൊണ്ടാണ് നിങ്ങൾ മുകളിൽ നിന്ന് ജനിക്കണം, അഥവാ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൈവമില്ലാത്ത മനുഷ്യജീവിതം വെറും വിരസവും അർത്ഥശൂന്യവുമാണ്. വീണ്ടും ജനനം എന്നത് പലപ്പോഴും ലോകം തെറ്റായി ഉപയോഗിക്കുന്ന ഒരു വാക്കായി മാറിയിട്ടുണ്ട്. വാഹനങ്ങളെപ്പോലും പുതുക്കിപ്പണിയുമ്പോൾ ആ വാക്ക് അവർ ഉപയോഗിക്കുന്നു. എന്നാൽ സത്യമായ വീണ്ടും ജനനം എന്നത് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ആത്മാവിൽ ഉണ്ടാകുന്ന വലിയൊരു രൂപാന്തരമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്നും നിങ്ങൾ അറിയുന്നില്ലേ? പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതം നയിക്കാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കും. അവിടുന്ന് നിങ്ങൾക്ക് അമാനുഷികമായ ശക്തി നൽകും. എന്റെ വചനം അറിയിക്കുമ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴും ആ ശക്തി നിങ്ങളിലൂടെ വെളിപ്പെടും. കുരിശിന്റെ വചനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ ശക്തി ലോകത്തെ മാറ്റിമറിക്കാൻ പ്രാപ്തിയുള്ളതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ സ്വർഗീയ ഫലങ്ങൾ പുറപ്പെടുവിക്കും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവയാണത്. ഈ ദിവ്യഗുണങ്ങൾ എന്റെ തന്നെ സ്വഭാവങ്ങളാണ്. സ്വന്തം കരുത്തിൽ നിങ്ങൾക്ക് ഈ ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയില്ല. അവിടെ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു വിജയം ലഭിക്കും. അവിടുന്ന് നിങ്ങൾക്കായി വിജയത്തിന്റെ വാതിലുകൾ തുറക്കുകയും തടസ്സങ്ങളുടെ വാതിലുകൾ അടയ്ക്കുകയും ചെയ്യുന്നു. അടുത്തതായി എന്തു ചെയ്യണം, എങ്ങോട്ടു പോകണമെന്ന് ആകുലപ്പെടുന്നവർക്ക് അവിടുന്ന് വലിയൊരു വഴികാട്ടിയാകും. പുതിയ വിവരവിനിമയ വഴികളിലൂടെയും അത്ഭുതകരമായ സാഹചര്യങ്ങളിലൂടെയും എന്റെ സന്ദേശം ലോകമെങ്ങും എത്തിക്കാൻ അവിടുന്ന് നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് ഒരിക്കലും തന്നെക്കുറിച്ച് സംസാരിക്കില്ല, മറിച്ച് അവിടുന്ന് എപ്പോഴും എന്നെ മഹത്വപ്പെടുത്തും. ഒരാൾ
പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും എന്നെ അവഗണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ദൈവത്തിൽ നിന്നല്ല സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നത് നിങ്ങളുടെ സ്വാർത്ഥതയും ലൗകികമായ ആഗ്രഹങ്ങളും വെടിഞ്ഞാൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ കോപിപ്പിക്കുന്നത് ഭയങ്കരമായ കാര്യമാണ്. പണ്ട് മരുഭൂമിയിൽ വെച്ച് ജനം ദൈവത്തെ പരീക്ഷിച്ചപ്പോൾ അവിടുന്ന് അവരുടെ ശത്രുവായി മാറി എന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ? പരിശുദ്ധാത്മാവിനോട് കള്ളം പറയരുത്. കപടവിശ്വാസം കാണിച്ച് ദൈവത്തെ പറ്റിക്കാൻ നോക്കിയവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പരിശുദ്ധവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ക്ഷമയെ നിങ്ങൾ ഒരിക്കലും പരീക്ഷിക്കരുത്. 1 മിനിറ്റ് സമയം തരാം, ദൈവമുണ്ടെങ്കിൽ എന്നെ ഇപ്പോൾ തന്നെ കൊല്ലട്ടെ എന്ന് വെല്ലുവിളിക്കുന്ന നിരീശ്വരവാദിയെപ്പോലെ നിങ്ങളാകരുത്. ദൈവത്തിന്റെ ക്ഷമ 1 മിനിറ്റ് കൊണ്ട് തീർന്നുപോകുന്ന ഒന്നല്ല. എന്നാൽ ഐസ് കട്ടയിൽ കാലുകൾ ഉറച്ചുപോയ ആ വലിയ പരുന്തിനെപ്പോലെയാകരുത് നിങ്ങൾ. നദിയിലൂടെ വെള്ളച്ചാട്ടത്തിന്റെ അരികിലേക്ക് ഐസ് കട്ട ഒഴുകി നീങ്ങുമ്പോൾ തനിക്ക് എപ്പോൾ വേണമെങ്കിലും പറന്നുയരാമെന്ന് ആ പക്ഷി കരുതി. എന്നാൽ അവസാന നിമിഷം ചിറകടിക്കാൻ നോക്കിയപ്പോൾ അവന്റെ കാലുകൾ മഞ്ഞുപാളിയിൽ ഉറച്ചുപോയിരുന്നു. അവൻ ആ വെള്ളച്ചാട്ടത്തിലേക്ക് വീണു മരിച്ചു. അതുപോലെ പരിശുദ്ധാത്മാവിനെ ചെറുത്തുനിൽക്കുന്നത് വലിയ അപകടമാണ്. ദൈവത്തിന്റെ സ്വരം കേൾക്കുമ്പോൾ അത് അവഗണിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കും. ഒരിക്കൽ ഹൃദയം കഠിനമായാൽ പിന്നീട് നിങ്ങൾക്ക് ദൈവത്തിന്റെ ആശ്വാസവിളി കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം മൃദുവായിരിക്കുമ്പോൾ തന്നെ എന്റെ അരികിലേക്ക് വരിക. നാളെയെക്കുറിച്ച് നിങ്ങൾ അമിതമായി ആത്മവിശ്വാസം കാണിക്കരുത്. കാരണം നാളെ നിങ്ങൾ ഈ ലോകത്തിലുണ്ടാകുമോ എന്ന് നിങ്ങൾക്കറിയില്ല. ഇന്ന് പ്രഭാതത്തിൽ സന്തോഷത്തോടെ യാത്ര പുറപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗം ഉച്ചയാകുമ്പോഴേക്കും മരണത്തിന് കീഴടങ്ങിയ വാർത്ത നിങ്ങൾ കേട്ടില്ലേ? സമയം അതിവേഗം കടന്നുപോകുന്നു. ഇന്ന് നിങ്ങൾ ഒരു വോട്ട് രേഖപ്പെടുത്തുകയാണ്. ഒന്നുകിൽ നിങ്ങൾ എനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും, അല്ലെങ്കിൽ നാശത്തിന്റെ വഴി തെരഞ്ഞെടുക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യണം. ആദ്യം, നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്താപത്തോടെ അനുതപിക്കണം. അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. രണ്ടാമതായി, വിശ്വാസത്തോടെ എന്നെ നിങ്ങളുടെ ഏകരക്ഷകനായി സ്വീകരിക്കണം. മൂന്നാമതായി, എല്ലാ ചെറിയ കാര്യങ്ങളിലും എന്നെ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങളുടെ ജീവിതത്തിന്റെ അമരക്കാരനായി എന്നെ മാറ്റുക. കൊടുങ്കാറ്റുള്ള കടലിൽ നിങ്ങളുടെ പായക്കപ്പൽ തകരാതിരിക്കാൻ ഞാൻ വരാം. നിങ്ങളുടെ കുടുംബജീവിതത്തിലും ജോലിയിലും സങ്കടങ്ങളിലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടാകും. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇന്ന് അത് തീർക്കുക. ലജ്ജിക്കാതെ പരസ്യമായി എന്റെ അരികിലേക്ക് കടന്നുവരിക. എന്റെ വചനം സ്വീകരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നു. അവിടുത്തെ വിളി നിങ്ങൾ നിരസിക്കരുത്. സമയത്തിന്റെ വാതിൽ അറയുന്നതിനു മുൻപ് എന്റെ അരികിലേക്ക് വരിക. നിങ്ങൾ ഏതൊരു വിശ്വാസത്തിൽപ്പെട്ടവരായാലും എന്റെ മുൻപിൽ എല്ലാവർക്കും രക്ഷയുടെ വാതിൽ തുറന്നിരിക്കുകയാണ്. നിങ്ങളുടെ പാപങ്ങൾ ഞാൻ മഞ്ഞിനേക്കാൾ വെളുപ്പിക്കാം. നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ സ്വർഗീയ സമാധാനം നൽകാം. ഞാൻ ഉടനെ മടങ്ങിവരും എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനം ഞാൻ പാലിക്കുക തന്നെ ചെയ്യും. അതിനായി നിങ്ങൾ സദാ ഒരുങ്ങിയിരിക്കുക. ഈ ലോകത്തിൽ ഉപ്പും വെളിച്ചവുമായി ജീവിക്കുക. ഞാൻ ഇന്ന് രാത്രി തന്നെ മടങ്ങിവരും എന്ന ബോധ്യത്തോടെ വിശുദ്ധിയുള്ളവരായി ജീവിക്കുക. എന്റെ സമാധാനവും സംരക്ഷണവും എന്നും നിങ്ങളോടൊപ്പമുണ്ടാകും. നിങ്ങൾ അസ്വസ്ഥരാകേണ്ടതില്ല. കാരണം ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പമുണ്ടാകും. നിന്റെ ആത്മാവിന്റെ ആഴങ്ങളിൽ ഞാൻ പുതിയൊരു ഉറവ തുറക്കുകയാണ്. അത് നിത്യജീവനിലേക്ക് ഒഴുകുന്ന നീരുറവയായിരിക്കും. ഈ പ്രപഞ്ചം മാറിയാലും എന്റെ വാക്കുകൾക്ക് മാറ്റം സംഭവിക്കില്ല. നിന്റെ കണ്ണുനീർ തുടയ്ക്കാനും നിന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കാനും ഞാൻ സന്നദ്ധനാണ്. നീ എന്റെ അരികിലേക്ക് വന്നാൽ നിനക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. നിന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും എന്റെ കൈകളിൽ സുരക്ഷിതമാണ്. നിന്റെ പേര് ഞാൻ എന്റെ ഉള്ളം കൈയിൽ കൊത്തിവച്ചിരിക്കുന്നു എന്ന് നീ ഓർക്കുക. ലോകം നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ കൈവിടില്ല. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി നിന്റെ മേൽ ഇന്നുതന്നെ ഇറങ്ങിവരട്ടെ. നിന്റെ രോഗങ്ങളിൽ നിന്ന് നിനക്ക് വിടുതൽ ലഭിക്കട്ടെ. നിന്റെ ബന്ധനങ്ങളിൽ നിന്ന് നീ മോചിതനാകട്ടെ. നിന്റെ ജീവിതം പുതിയൊരു വെളിച്ചത്താൽ നിറയട്ടെ. ഈ സ്വർഗീയ സന്ദേശം നിന്റെ ഹൃദയത്തിൽ വിശ്വസ്തയോടെ സൂക്ഷിക്കുക. നീ ഒറ്റയ്ക്കല്ല. നിനക്ക് സഹായമായി ആശ്വാസകനുണ്ട്. നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും അവിടുന്ന് നിനക്ക് ബലം നൽകും. നീ എന്റെ സാക്ഷിയായി ലോകത്തിന്റെ അതിരുകളോളം ജീവിക്കുക. നിനക്കായി സ്വർഗത്തിൽ ഒരു സ്ഥാനം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്നെ സ്വീകരിക്കാൻ ഞാൻ കാത്തിരിക്കും. സമാധാനത്തോടെയിരിക്കുക. എന്റെ സ്നേഹവും കൃപയും നിനക്ക് എന്നേക്കും മതിയാകും.
നിന്റെ എല്ലാ പോരാട്ടങ്ങളും മഹത്തായ വിജയത്തിൽ അവസാനിക്കുമെന്ന് ഞാൻ വീണ്ടും ഉറപ്പു നൽകുന്നു. ആമേൻ.